അങ്ങനെ നമ്മുടെ രേവതിയോട് ദുഷ്ടത്തരം കാണിച്ച ചന്ദ്രമതിക്ക് ദൈവം തന്നെ നേരിട്ട് ഒരു മുട്ടം പണി കൊടുത്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചന്ദ്രമതി ദേ മൂക്കും കുത്തി നിലത്തേക്ക് വീഴുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എല്ലാവരോടും പ്രത്യേകിച്ച് പറയുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സച്ചി വരുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ നിലം തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. രേവതി സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഉണ്ടല്ലോ, ആ സമയം ആകെ ദേഷ്യം വന്ന് പ്രാന്ത് പിടിച്ച് അവിടെ ആ ബക്കറ്റിൽ കൊണ്ടുവച്ചിരുന്ന വെള്ളമൊക്കെ കാല് വെച്ച് ചവിട്ടി തെറിപ്പിക്കുകയാണ്. അതിനുശേഷം സച്ചി ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. രേവതി വല്ലച്ചാതി നമ്മുടെ സച്ചിയെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മുറിയിൽ ചെന്നതിന് ശേഷം സച്ചി ചോദിക്കുകയാണ്, നീ എന്തിനാ രേവതി എന്നെ ഇങ്ങനെ അടച്ചിടാനായിട്ട് നോക്കുന്നത്? ഇതൊക്കെ ഇപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. നീ എന്നെ വിട്, എനിക്ക് ചോദിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, അങ്ങ് വിട്ടേക്കു, എന്തിനാണ് വെറുതെ വഴക്കിന് പോകുന്നത്? അച്ഛമ്മയ്ക്കും അച്ഛനും ഒക്കെ വിഷമാവില്ലേ? അതുകൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, മറ്റുള്ളവർക്ക് വിഷമം തോന്നും എന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല രേവതി. നമ്മളിപ്പോൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാകുമ്പോൾ അവർക്ക് അത് വലിയൊരു ഏളുതരമായി പോവും. പിന്നെ അവർ തൊട്ടതിനും പിടിച്ചതിനും എല്ലായ്പ്പോഴും ഇതുപോലെയൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മളിതൊന്നും കേട്ട് മിണ്ടാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ചോദിക്കേണ്ടടുത്ത് ചോദിക്കണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അല്ലെങ്കിൽ തന്നെ അവർ പറയുന്നതും കേട്ടിട്ട് നീ എന്തിനാ രേവതി മിണ്ടാണ്ടിരിക്കുന്നത്? നിനക്കപ്പം തന്നെ നല്ല മറുപടി കൊടുത്തുവിടായിരുന്നോ? ഈ വീടേ എൻ്റെ വീടാണ്. എൻ്റെ വീടെന്ന് വെച്ചാൽ നിൻ്റെ കൂടി വീടാണ്. നീ എൻ്റെ ഭാര്യയാണ്. എനിക്കുള്ള എല്ലാ അവകാശങ്ങളും ഈ വീട്ടിൽ നിനക്കും ഉണ്ട്. അതുകൊണ്ട് നീ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല രേവതി. നിന്നെ ആരെന്ത് പറയുന്നു അതിനുള്ള മറുപടി കൊടുക്കാനുള്ള അവകാശം നിനക്കുണ്ട്. പിന്നെ നീ ആ സ്ത്രീയുടെ അടിമയൊന്നുമല്ല. അവർ പറയുന്നതെല്ലാം അതുപടി കേട്ട് അതുപോലെ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം പറ്റില്ലെന്ന് തന്നെ പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നന്നായിട്ട് കണക്കിന് കൊടുക്കുകയാണ് രേവതിക്ക്. അങ്ങനെ എന്നിട്ട് സച്ചി പറയുകയാണ്, ഇതിപ്പം തന്നെ നിനക്കല്ലേ ചോദിക്കാൻ പറ്റാത്തത്? ഞാൻ കയ്യോടെ ചോദിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചോദിക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ രേവതി പറയണം, അയ്യോ ഇപ്പോൾ ചോദിക്കല്ലേ, ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവല്ലേ, എനിക്കിത് നല്ല വിഷമാവും, എൻ്റെ പേരിലൂടെ ഒരു വഴക്കുണ്ടായാൽ എനിക്കിത് വിഷമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി സച്ചിയെ തടയുകയാണ്. അതേ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ വരികയാണ്. രവീന്ദ്രൻ പുറത്തു നിന്ന് വരികയാണ്. കയ്യിൽ കവറൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ കയറി വരുമ്പോൾ നിലത്ത് വെള്ളമൊക്കെ കിടക്കുകയാണ്. അങ്ങനെ മുണ്ടിൻ്റെ അറ്റമൊക്കെ പിടിച്ച് ഒതുക്കി ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നടന്നു വരികയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് ചന്ദ്രമതിയെ വിളിക്കുകയാണ്. ചന്ദ്രേ നീ ഇതെവിടെയാ? ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വരികയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നത്, എന്താ ചന്ദ്ര ഇവിടെ വെള്ളമൊക്കെ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ വേണ്ടത്? എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ചന്ദ്രേ, നീ ഈ കവറൊക്കെ കൂടി അങ്ങോട്ട് കൊണ്ടുവയ്ക്ക്. അതെന്താ? അതെ, ഇന്ന് സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തമല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് അലങ്കരിക്കാനായിട്ട് കുറച്ച് പൂക്കളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നീ അകത്തേക്ക് കൊണ്ടുവയ്ക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, ഞാനോ? പിന്നെ നീ അല്ലാതെ ആരാ? എനിക്കതിനൊന്നും പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മര്യാദയ്ക്ക് ഇത് വന്ന് മേടിക്ക്, എന്നെ കൊണ്ടൊന്നും നീ പറയിക്കല്ലേ. അപ്പോൾ ചന്ദ്രമതി ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിന്നിട്ട് ചന്ദ്രമതി പറയണം, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന്. നിങ്ങളൊന്നും അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. എൻ്റെ വാക്കിന് ഇവിടെ എന്താ വില എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി ദേഷിച്ച് ചാടി തുള്ളിക്കൊണ്ട് നടന്നങ്ങോട്ട് ഇറങ്ങുന്നതും എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി തെറ്റിയടിച്ച് ഒറ്റൊരു വീഴുകയാണ്. ചന്ദ്രമതി അയ്യോ എന്നൊരു നിലവിളി വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചന്ദ്രേ എന്താ പറ്റിയ ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി അവിടെ കിടന്ന് വളരെ ഉച്ചത്തിൽ കിടന്ന് കരയാണ്. അയ്യോ രവിയേട്ടാ, എൻ്റെ കാലൊടിഞ്ഞു രവിയേട്ടാ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല രവിയേട്ടാ, അയ്യോ എൻ്റെ ഇടുപ്പ് വേദന എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അവിടെ കിടന്ന് കാറി കൂകി വിളിച്ച് ബഹളം വയ്ക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിയുടെ ഒച്ചയൊക്കെ കേട്ടിട്ട് നമ്മുടെ സുധി ഓടി വരികയാണ്, ശ്രീകാന്ത് ഓടി വരികയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയും രേവതിയും മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ രേവതിക്ക് നല്ല സങ്കടമാവുകയാണ്. രേവതി ഓടിച്ചെല്ലാൻ തുടങ്ങുകയാണ്. അയ്യോ അമ്മേ എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി പറയണേ, എവിടേക്കാണ് നീ ഓടിക്കയറി പോകുന്നത്? ഇവിടെ നിൽക്ക്,
എന്തിനാ എല്ലാവരും കൂടെ ചെന്ന് താങ്ങിയെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇപ്പം തന്നെ ആവശ്യത്തിലധികം ആളുകൾ അവിടെ നിൽക്കുകയല്ലേ, എല്ലാവരും കൂടി ചേർന്ന് താങ്ങിയെടുക്കാൻ അവരെന്താ വാട്ടർ ടാങ്ക് വല്ലതുമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി രേവതിയോട്. അങ്ങനെ രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി സച്ചിയോട് പറയണം, അമ്മയ്ക്ക് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു, ഞാനും കൂടി കുറച്ച് കാലൊക്കെ ഒന്ന് തടവി കൊടുക്കട്ടെ. നീ ഇപ്പം എങ്ങും തടവുന്നില്ല, എങ്ങും പോകണില്ല, മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുക, അവിടെ അത്രയും പേരെടുത്തുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ നീ അങ്ങോട്ടൊരു അധികപ്പറ്റായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഉടനെ അച്ചമ്മ കൂടി വരികയാണ്. അച്ചമ്മ ചോദിക്കുകയാണ്, എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്താ ചന്ദ്രേ, നിനക്ക് എന്ത് പറ്റി ചന്ദ്രേ? അമ്മേ എനിക്ക് വയ്യമ്മേ, എൻ്റെ കാല് വേദനിക്കുന്നേ, അയ്യോ എനിക്ക് വയ്യായേ, എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയെന്നാ തോന്നുന്നത്. അപ്പോൾ ഉടനെ കലാവതി പറയണേ, എടി പൊന്നും മരുമോളെ, നീ എൻ്റെ അടുത്ത് വലിയ നമ്പരൊന്നും ഇറക്കല്ലേ. അപ്പോൾ ഉടനെ ചന്ദ്രമതി അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കലാവതി അമ്മ പറയണം, ആ എൻ്റെ പൊന്നും മരുമകളെ, നീ ഇത് മൊത്തം നിൻ്റെ നമ്പറാണെന്ന് എനിക്കറിയില്ലേ. നമ്പറോ? ഞാൻ എന്തിനാ അമ്മേ നമ്പർ എടുക്കുന്നത്? എടി ചന്ദ്രേ, നീ രാവിലെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം ഇന്ന് നടത്തണ്ടെന്ന്. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിൻ്റെ നമ്പർ തന്നെയല്ലേ ഇത്? അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയുന്നത്, അല്ലമ്മേ അല്ല, എനിക്ക് സത്യമായിട്ടും എൻ്റെ കാല് വയ്യ, എൻ്റെ കാല് അനക്കാൻ പറ്റുന്നില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കിടന്ന് കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് കരഞ്ഞ് കെഞ്ചിയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ പറയണം, അമ്മേ അത് ചന്ദ്ര റിയലായിട്ട് വീണത് തന്നെയാണ് അമ്മേ, ഞാൻ കണ്ടിരുന്നു വീണത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, ആ കൊടുത്താ കൊല്ലത്തും കിട്ടും, ഇതൊക്കെ ഇവർ ചോദിച്ചു മേടിച്ചത് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഇതിന് മുഴുവനും കാരണം അവളാണ് ഇവിടെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ വീണത്, ഇവൾ മനഃപൂർവ്വം കരുതിക്കൂട്ടിയാണ് ഇത് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ കിടന്ന് പറയാൻ? നിങ്ങൾ കണ്ടോ രേവതിയാണ് ഇവിടെ വെള്ളം ഒഴിച്ചതെന്ന്? ഞാൻ ആ ബക്കറ്റിൽ വെള്ളം ചവിട്ടി അവിടെ കളഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കണം, അല്ല രേവതി, നീ എന്തിനാ ഇപ്പം ഈ സമയത്ത് ഇവിടെ നിലം തുടയ്ക്കാൻ ഇറങ്ങിയത്? നിനക്കറിയില്ലേ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നിലം തുടച്ചുകൂടെന്ന്? അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ സച്ചി പറയണം, അതിനെക്കുറിച്ചൊന്നും അച്ചമ്മ പറയണ്ട, അതൊക്കെ എന്താണ് അതിന് പിന്നിൽ നടന്നതെന്നുള്ള കാര്യമുണ്ടല്ലോ, ഇവിടെ ചിലർക്കൊക്കെ അറിയാം, അച്ചമ്മ ഇതൊക്കെ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതി കിടന്ന് ഒരേ കരച്ചിൽ, ഒരു രക്ഷയില്ല, ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. അങ്ങനെ ഒടുവിൽ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് രവീന്ദ്രനും സുധിയും ശ്രീകാന്തും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ ചന്ദ്രമതിയെ താങ്ങി പിടിച്ച് എടുക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി ശരിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല ചന്ദ്രമതിക്ക്. അങ്ങനെ ഏന്തി മുടന്തി നമ്മുടെ ചന്ദ്രമതിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി പറയുകയാണ്, അത് സൂക്ഷിക്കണേ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. ചാവി എടുത്ത് ശ്രീകാന്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, സൂക്ഷിക്കണേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണ, സൂക്ഷിച്ചോളാം, അതിന് നിങ്ങളോട് ആരാ പറഞ്ഞ് സൂക്ഷിക്കാൻ? ഞാൻ എൻ്റെ വണ്ടി സൂക്ഷിക്കണമെന്ന് ഞാൻ ശ്രീയോട് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ചന്ദ്രമതിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വണ്ടിയിൽ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് സച്ചിയും രേവതിയും അച്ചമ്മയും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അച്ചമ്മ പറയുകയാണ്, കലാവതി അമ്മ പറയണം, മോളെ രേവതി, എന്തൊക്കെയോ ദോഷങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നോക്ക് ഇതൊക്കെ എന്തോ ദുർനിമിത്തത്തിൻ്റെ തുടക്കമാണ്. നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഇന്ന് നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കണ്ടില്ലേ, ഇതൊക്കെ എന്തൊക്കെയോ ദോഷങ്ങളുള്ളത് കൊണ്ടാണ് എന്നിങ്ങനെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയണം, ഇല്ലച്ചമ്മേ, ഇതൊന്നും ദോഷങ്ങളുടെ ഫലമൊന്നുമല്ല, ഇതേ അവർ മനഃപൂർവ്വം വരുത്തി വെച്ചതാണ്, അതുകൊണ്ട് അവരനുഭവിച്ചേ പറ്റൂ. ഇതൊക്കെ ദൈവം എന്ന് പറയുന്നതേ നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, ഉണ്ടെന്ന്, ഈശ്വരൻ ഉള്ളത് കൊണ്ടേ കൈയുടനെ അവർക്ക് പണി കൊടുത്തതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ്, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലേലും വീണത് നിൻ്റെ അമ്മ തന്നെയല്ലേ? അതെ അച്ചമ്മേ, എൻ്റെ അമ്മയൊക്കെ തന്നെയാണ്, പക്ഷേ എന്ന് കരുതിയിട്ട് ചെയ്ത തെറ്റല്ലാതാവില്ലല്ലോ
എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറയുകയാണ്, ഇത്രയും നേരമായിട്ട് അവരെ കണ്ടില്ലല്ലോ, ഇനി ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിയുടെ കാലിന് ഒടിവ് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രേവതിക്കാണെങ്കിൽ സങ്കടം വരികയാണ്. രേവതി പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഭാഗത്ത് നിന്നും വന്ന മിസ്റ്റേക്ക് അല്ലേ, ഞാനല്ലേ അവിടെ വെള്ളം ഒഴിക്കാനുള്ള കാരണം എന്നിങ്ങനെ പറയുന്നത്. സച്ചി പറയണത്, നീ മിണ്ടരുത്, നിൻ്റെ ഈ സ്വഭാവമാണ് ശരിയല്ലാത്തത്. ആവശ്യമില്ലാതെ നമ്മൾ ആരുടെ മുന്നിലും താണു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് അവരോട് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടല്ലോ, ഈ മനസ്സെന്താ അവർ കാണാതെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി വരികയാണ്. വണ്ടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കലാവതി അമ്മയൊക്കെ കൂടി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ചന്ദ്രമതിക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല, കാലിലൊക്കെ നല്ല പ്ലാസ്റ്ററൊക്കെ ഇട്ട് ചുറ്റി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കലാവതി അമ്മ ചോദിക്കണം, അയ്യോ ചന്ദ്രേ, നിൻ്റെ കാലിൽ നല്ല കനത്തിന് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്നാൽ നിൻ്റെ കാലിന് വല്ല ഒടിവോ സംഭവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, എൻ്റെ കാലൊന്നും വയ്യേ, എനിക്ക് അനക്കാൻ വയ്യേ, വല്ലാത്ത വേദനയാണേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ രവീന്ദ്രൻ പറയണേ, ഇല്ലമ്മേ, ഇവളീ പറയുന്ന കണക്കൊന്നുമില്ല, കാല് കുറച്ച് നൊന്നിട്ടുണ്ടോ, നുളുക്കിയിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എല്ലിനൊന്നും പൊട്ടലോ ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കലാവതി അമ്മ പറയുകയാണ്, ഓ എന്നാലും വലുതൊന്നും വന്നില്ലല്ലോ, ഇരിക്ക് ചന്ദ്രേ നീ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഇതിന് എല്ലാത്തിനും തുടക്കം ഇവളാണ്, ഇവൾ ഈ വെള്ളം എടുത്ത് ഒഴിച്ചത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയാണ്, നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്, അച്ചമ്മയ്ക്ക് അറിയാമോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന്? ഇത്ര നേരമായിട്ട് ഞങ്ങളാരും അച്ചമ്മയോട് അതിനെക്കുറിച്ച് പറയാഞ്ഞതാണ്. ഇവിടെ രേവതി സന്ധ്യയ്ക്ക് എന്തിനാ തൂത്തു തുടച്ചതെന്ന് അച്ചമ്മ ചോദിച്ചില്ലേ, വിളക്ക് വെച്ചതിന് ശേഷം എന്തിനാ ചെയ്തതെന്ന്? അതിനൊക്കെ കാരണം ഈ നിൽക്കുന്ന ഇവരാണ്. ഇവരെന്താ പറഞ്ഞതെന്നറിയാമോ? രേവതിയുടെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഈ വീട്ടിൽ വന്ന് കയറി ഇറങ്ങിയത് കൊണ്ടും അവർ നിൽക്കുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കണം, വീടിന് അശുദ്ധി ബാധിച്ചു എന്നാണ് പറഞ്ഞത്. അത് കാരണമാണ് രേവതി രാത്രി തന്നെ ഇത് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കലാവതി അമ്മ ഇങ്ങനെ ദേഷിച്ച് നമ്മുടെ ചന്ദ്രമതിയെ നോക്കിയിട്ട് പറയണേ, എടി മഹാഭാബി, നീ കൊള്ളാലോ, ഇതായിരുന്നു നിൻ്റെ മനസ്സിലിരിപ്പ്, നിനക്ക് ഇത് വന്നാൽ പോരാ എന്ന് ഇങ്ങനെ കലാവതി അമ്മ പറയണേ. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയണേ, ഞാൻ അങ്ങനെ അത് പ്രത്യേകിച്ചൊന്നും മനസ്സിൽ കരുതിയിട്ടല്ല അമ്മ പറഞ്ഞത്, ഞാനിങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ സച്ചി പറയണം, നിങ്ങൾ വെറുതെ പോലും അല്ലാതെ പോലും നിങ്ങളെന്തായാലും പറഞ്ഞല്ലോ, അത് ഇവള് കുറേ ഇട്ട് കൂട്ടിയൊക്കെ ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇട്ട് കൂട്ടി പോലും ഇട്ട് കൂട്ടാതെ പറഞ്ഞു പോലും എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയണം, നീ കൊള്ളാമല്ലോ ചന്ദ്രേ, അപ്പോൾ ഇതാണല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ്, നീ ഇങ്ങനെയൊക്കെ രേവതി മോളോട് പറഞ്ഞോ? നിനക്ക് എങ്ങനെ തോന്നി രേവതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇത് വല്ലോ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു, നീ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വന്നേനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, കലാവതി അമ്മ പറയണേ, എടി ചന്ദ്രേ, നീ ഇത്രയായിട്ടും പഠിച്ചിട്ടില്ലേ? ഈ നിൽക്കുന്ന നിൻ്റെ മരുമോളുണ്ടല്ലോ, ഇവള് വെറും മരുമോളല്ല, ഇവള് മഹാലക്ഷ്മിയാടി, ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് ഇവള്. ഇവളെയാണ് നീ ഓരോ തവണയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവള് ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ഇവിടുത്തെ വെളിച്ചം കെട്ടുപോവുകയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ചമ്മ. അതിനുശേഷം അച്ചമ്മ പറയുകയാണ്, ഇവളെ നീ വേദനിപ്പിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് നിനക്ക് നന്മയുണ്ടാവാൻ പോകുന്നില്ല ചന്ദ്രേ എന്ന് പറയുകയാണ്. അതിനുശേഷം അച്ചമ്മ ഒരു തീരുമാനം എടുക്കുകയാണ്. അച്ചമ്മ പറയുകയാണ്, എന്തായാലും പലതവണ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം പലതവണ ഡേറ്റ് എടുത്തിട്ടും അപ്പോഴൊക്കെ മുടങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ശാന്തി മുഹൂർത്തം ഇന്നിപ്പോൾ 10 മണി കഴിഞ്ഞു, 9 മണിക്ക് ശേഷമായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അത് വേണ്ട, ഇനി എന്തായാലും ഇവള് പറയുന്നത് പോലെ സുധിയുടെ വിവാഹം കഴിയട്ടെ, അതിനുശേഷം ആദ്യം അവർക്കുള്ളത് കഴിയട്ടെ, അതിനുശേഷം പിന്നീട് ഒരു നല്ല ദിവസം നോക്കി ഡേറ്റ് എടുത്തിട്ട് ഇവർക്കുള്ള ശാന്തി മുഹൂർത്തം നടത്താം എന്നിങ്ങനെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് രേവതിക്ക് ഒരു സങ്കടമൊക്കെ തോന്നുകയാണ്. രേവതിയും സച്ചി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത്, രേവതി അങ്ങ് അകത്തേക്ക് പോവുകയാണ്, സച്ചി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ചമ്മ പറയണേ, എടി നീ വന്ന സമയം തൊട്ട് ഈ ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റ് എടുത്ത സമയം തൊട്ട് നീ ഇപ്പം വേണ്ട നിൻ്റെ
മൂത്ത മകൻ്റെത് കഴിഞ്ഞിട്ട് മതി എന്നുള്ള പാട്ടായിരുന്നല്ലോ നീ പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നിന്റെ എരണം കെട്ട കരിനാക്കടി ഇതിനെല്ലാത്തിനും കാരണം. ഇപ്പം നിനക്ക് എന്തായാലും സമാധാനം ആയല്ലോ. ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. മിണ്ടിയാലുണ്ടല്ലോ നിന്റെ ഒടിയാത്ത കാല് ഞാൻ ചവിട്ടി ഓടിക്കും എന്നിങ്ങനെ പറയുകയാണ് അച്ചമ്മ. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഒന്നും എങ്ങും പെരലാത്ത കണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അച്ചമ്മ കയറി അകത്ത് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നത്, ചന്ദ്രേ, നിന്റെ ഇത്രയും അഹങ്കാരമൊന്നും നല്ലതിനല്ല. ഇതൊന്നും ഞാൻ അറിയാതെ പോയല്ലോ. ഇനി മേല നീ രേവതി മോളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ വഴക്ക് പറയുകയോ ഏതെങ്കിലും തരത്തിൽ നീ വേദനിപ്പിച്ചാലുണ്ടല്ലോ, നീ എൻ്റെ മറ്റൊരു മുഖം കാണും. കുറേ നാളായിട്ട് ഞാൻ സഹിക്കുകയാണ്. നീ ഈ പ്രായത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടെന്നുള്ള ചീത്തപ്പേര് മേടിച്ച് വെക്കരുത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും ഒരു പോക്കങ്ങ് പോവുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ പെരുവി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അമ്മയെ ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് ശ്രുതിയെ നോക്കിയിട്ട് ശ്രീകാന്ത് വെട്ടിച്ചൊരു പോക്ക് പോകാൻ നേരത്ത് നമ്മുടെ ശ്രുതി പറയുന്നത്, എടാ ശ്രീ നില്ലടാ ശ്രീ എന്നിങ്ങനെ പറയുകയാണ്. ശ്രീകാന്ത് മൈൻഡ് ചെയ്യാതെ ശ്രീകാന്തിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നത്, നോക്കമ്മേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാവരും അമ്മയെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി. ഞാൻ ഒറ്റയ്ക്ക് അമ്മയെ പിടിച്ച് എങ്ങനെ മുറി കൊണ്ടുവന്നാക്കുക തന്നെയാണ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അമ്മേ. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ആ സാരമില്ല മോനെ, ഞാനിവിടെ ഇരുന്നോളാം. എന്തായാലും എൻ്റെ കാലിന് നല്ല വേദനയുണ്ട്, ഇടുപ്പെല്ലിനും വേദനയുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. എന്തായാലും അവൻ്റെയും അവളെയും ശാന്തി മുഹൂർത്തം എന്തായാലും മുടങ്ങി കിട്ടിയല്ലോ, അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഇരിക്കുകയാണ്. മോനെ, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആദ്യം നിൻ്റെയും ശ്രുതിയുടെയും ശാന്തി മുഹൂർത്തം കഴിയണം എന്നുള്ളത്. എന്നിട്ട് ആദ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് ഒരു ഐശ്വര്യമുള്ളൊരു കുഞ്ഞു ജനിക്കണം. അതിനുശേഷം മതി ആ മൂശേട്ടയ്ക്കും അവനും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദിയുടെ മുത്തശ്ശി ഉണ്ടല്ലോ, ആദിയെ ഒരുക്കുകയാണ്. സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് പാൻറ്റും ഷർട്ട് കൊച്ചിന് ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തലമുടിയൊക്കെ ചീകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ആദി പറയുകയാണ്, മുത്തശ്ശി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന വിമലയെന്ന് പറയുന്നത് ആദിയുടെ മുത്തശ്ശിയാണ്. വിമലമ്മയുടെ അനുജത്തി വരികയാണ് അങ്ങോട്ട്. അപ്പോൾ പറയണ, ആഹാ നീ വന്നോ, ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ആ ചെറിയമ്മേ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ചെറിയമ്മ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ ആദി പറയണ, മുത്തശ്ശി, ഇന്ന് ഞാൻ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല. എന്തായാലും ചെറിയമ്മ വന്നല്ലോ, എനിക്ക് ചെറിയമ്മയുടെ കളിക്കണം. അപ്പോൾ ഉടനെ നമ്മുടെ വിമലമ്മ പറയുകയാണ്, മോനെ അതൊന്നും വേണ്ട, ഇവളെന്തായാലും ഇന്ന് പോവില്ല. പോവോ നീ? ഇല്ല ചേച്ചി, ഞാൻ ഇന്ന് പോവില്ല. ഇന്നെന്തായാലും ഞാൻ ഇവിടെ കാണും. ഇത്രയും ദൂരെ സഞ്ചരിച്ച് വന്നിട്ട് ഇന്ന് തന്നെ പോകാൻ പറ്റില്ലല്ലോ. മോൻ എന്തായാലും സ്കൂളിൽ വൈകിട്ട് വന്നിട്ട് ചെറിയ മുമ്മയുടെ കൂടെ കളിക്കാം. എങ്കിൽ ശരി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിമലമ്മയോട് ചോദിക്കുകയാണ്, ചേച്ചി കല്യാണിയുടെ കല്യാണത്തിന് പോകണ്ടേ എന്ന് ചോദിക്കണം. അപ്പോൾ ഉടനെ വിമലമ്മ പറയണ, പറ്റില്ല, അവൾക്ക് കല്യാണത്തിന് ചെല്ലണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണത്തിന് ചെല്ലണ്ടെന്നോ? അതെന്താ ചേച്ചി അങ്ങനെ ഒരു വർത്താനം? അത് പിന്നെ അപ്പോൾ ഉടനെ ആദ്യം നോക്കുകയാണ്, മോനെ അങ്ങോട്ട് മാറിപ്പോയി കളിക്ക്, അമ്മമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയണം. അതിനുശേഷം പറയണം, അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ പയ്യൻ്റെ വീട്ടുകാരൊക്കെ നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളവരാണ്. പയ്യനാണെങ്കിൽ കാണാൻ നല്ല സുന്ദരനാണ്. അവരെ വീട്ടുകാർക്കെല്ലാം കല്യാണിയോട് വളരെ സ്നേഹമുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ആദിമോനെ പറ്റിയോ നമ്മളെ പറ്റിയോ ഒക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം അതോടുകൂടി തകരും. ശരിക്കും പറഞ്ഞാൽ അവൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ടാണ് നമ്മളുടെ കല്യാണത്തിന് ചെല്ലണ്ടെന്ന് പറഞ്ഞത്. ചേച്ചി, ഞാൻ തന്ന പൈസയൊക്കെ കൊടുത്തു? ഞാൻ കൊടുത്തിരുന്നു, അപ്പം തന്നെ കൊടുത്തിരുന്നു, നീ തന്നെന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തത് എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ, അവളുടെ ഒരു രഹസ്യങ്ങളും ആരും അറിയരുത്, അതാണ് അവൾ പറയുന്നത്. നമ്മൾ പോവാതിരിക്കണമെന്നാണ്, അതുകൊണ്ട് ചെല്ലണ്ടെന്ന് തന്നെയാണ് അവൾ പറയുന്നതെന്ന് പറയുമ്പോൾ അനിയത്തി ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ഇതൊക്കെ എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും? അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ അവളെ കല്യാണം കഴിഞ്ഞതും അവളൊന്ന് പ്രസവിച്ചതും അവളെ കുഞ്ഞാണ് ആദി എന്നുള്ള സത്യങ്ങളൊക്കെ. അതിപ്പോൾ എത്ര നാൾ അവൾക്ക് മൂടി വയ്ക്കാൻ പറ്റും? അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ അവളിപ്പോൾ അതൊന്നും ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നീയായിട്ട് അതൊന്നും ആരോടും പറയല്ലേ? ഇല്ല ചേച്ചി, ഞാനായിട്ട് ആരോടും പറയില്ല, അവളും എൻ്റെ മോള് തന്നെയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിമലമ്മ ചെറുമോനെ വിളിക്കുകയാണ്, സ്കൂളിൽ
പോകാനായിട്ട് കൊണ്ടാക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ വിമലമ്മ നമ്മുടെ ആദിയും കൊണ്ട് പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മാനേജർ അവിടെ അവരെ വീട്ടുവളപ്പിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ആദിയും കൊണ്ട് അമ്മുമ്മ പോകുന്ന തക്കത്തിന് അങ്ങേര് നേരെ വീട്ടിലേക്ക് കയറുവാണ്. എന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുകയാണ്. നമ്മുടെ വിമലമ്മയുടെ അനിയത്തി വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ സെൻസസ് എടുക്കാൻ വന്നൊരു ഓഫീസറാണ്, ഈ വീട്ടിൽ എത്ര പേരുണ്ട്, അംഗങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇത് എൻ്റെ ചേച്ചിയുടെ വീടാണ്, എൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, ചേച്ചി മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മാനേജർ ചോദിക്കുകയാണ്, ചേച്ചി മാത്രമല്ലല്ലോ, കഴിഞ്ഞ തവണ ഞാനിവിടെ സെൻസസ് എടുക്കാൻ വന്നപ്പോൾ വേറൊരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിരുന്നല്ലോ, എന്താ കല്യാണി എന്നോ മറ്റോ പേരുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓ അതെൻ്റെ ചേച്ചിയുടെ മോളാണ്. പിന്നെ ആ കുട്ടിയുടെ ഒരു കുട്ടി കൂടി ഇല്ലേ ഇവിടെ? പെട്ടെന്ന് നമ്മുടെ വിമലമ്മയുടെ അനിയത്തി ഓർക്കുകയാണ്, അയ്യോ അത് പറഞ്ഞുകൂടല്ലേ എന്ന്. പെട്ടെന്ന് തന്നെ അവർ പറയുകയാണ്, അയ്യോ അത് അവളുടെ കുട്ടിയല്ല, ചേട്ടൻ്റെ കുഞ്ഞാണ് എന്നിങ്ങനെ പറയുകയാണ്. ചേട്ടൻ്റെ കുഞ്ഞോ? അവർക്കങ്ങനെ ചേട്ടനൊന്നും ഇല്ലല്ലോ, ഈ ഒരു മകളല്ലേ ഉള്ളൂ വിമലമ്മയ്ക്ക്. അല്ല, അത് ബന്ധത്തിലൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ കുഞ്ഞാ ഇവിടെ നിൽക്കുന്ന ആദി എന്നിങ്ങനെ പറയുകയാണ്. ഓ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിമലമ്മയുടെ അനിയത്തി പെട്ടെന്ന് പോയി കഥകങ്ങ് അടയ്ക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ആലോചിക്കണം, ഈ പറഞ്ഞതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിട്ട് പുള്ളിക്കാരൻ നോക്കുമ്പോഴത്തേക്ക് ആ റോഡിൻ്റെ സൈഡിൽ കൂടെ, ഇവരെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്ത്രീ പോവുകയാണ്. അങ്ങനെ ഈ പുള്ളിക്കാരൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒന്ന് അവിടെ നിൽക്കണേ, ഞാൻ സെൻസസ് എടുക്കാൻ വന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഞാൻ സെൻസസ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഉള്ളവർ ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇവിടെ താമസിക്കുന്നത് വിമലമ്മയും അവരുടെ ചെറുകുട്ടിയുമാണ്. അവരുടെ മോൾക്ക് തിരുവനന്തപുരത്താണ് ജോലി. എന്താ മോളുടെ പേര്? മോളുടെ പേര് കല്യാണി. അപ്പോൾ ഇവിടെ ഈ കുട്ടിയോ? ആ കുട്ടിക്കുള്ള കുട്ടിയാണ്, കല്യാണിയുടെ കുട്ടിയാണ് ഇവിടെ താമസിക്കുന്നത്. ആ കുട്ടി സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. വിവാഹം വളരെ ചെറുപ്പത്തിലേ തന്നെയായിരുന്നു കല്യാണിയുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് അയാൾക്ക് കുറച്ചധികം പ്രായമുള്ള ആളായിരുന്നു. വിവാഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് രോഗം വന്ന് മരിച്ചുപോയി. ഇപ്പോൾ ആ കുട്ടി തിരുവനന്തപുരത്ത് നിന്നാണ് ജോലി ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേട്ടപ്പോൾ പുള്ളിക്കാരനെ ഭയങ്കര ഹാപ്പി ആവുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഹെടി കല്യാണി, നീയാണല്ലേ ശ്രുതി എന്ന പേരിൽ തിരുവനന്തപുരത്ത് കിടന്ന് വിലസുന്നത്, ശരിയാക്കി തരാടി. അതേസമയത്ത് ആ പറഞ്ഞു കൊടുത്ത പുള്ളിക്കാരത്തി അങ്ങ് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അയാൾ പറയണം, മാനേജർ പറയണം, നിന്നെ ഞാൻ ശരിയാക്കി തരാടി. എന്തായാലും നീ തിരുവനന്തപുരത്ത് കിടന്ന് വിലസുകയാണല്ലോ, നീ കള്ളപ്പേരിലല്ലേ അവിടെ അറിയപ്പെടുന്നത്, നീ എൻ്റെ കരണത്തടി. പെട്ടെന്ന് അയാൾ ഓർക്കുകയാണ്, സുധി വന്നിട്ട് ചെകിടത്തടിച്ച സംഭവം ഓർക്കുകയാണ്. എന്നിട്ട് പറയണം, നീ അവനെ കൊണ്ട് എൻ്റെ ചെകിടത്തടിപ്പിച്ചു അല്ലേടി, ഇനി നീ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. പിന്നെ നീ ഉണ്ടല്ലോ, നീ എൻ്റെ കാൽ കീഴിൽ വരും, എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയും, കെഞ്ചും നീ എൻ്റെ മുന്നിൽ വന്നിട്ട്, അത് ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ വന്ന് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എന്താ, മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും രാത്രി പ്രൊമോ വീഡിയോയുമായിട്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.